നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ തന്നെ ആരും ക്ഷണിച്ചില്ല എന്ന് വെളിപ്പെടുത്തി എഐസിസി അംഗം ശശി തരൂർ എം പി. നിലമ്പൂരിലേക്ക് തന്നെ ആരും ക്ഷണിച്ചിട്ടില്ല, മിസ് കോൾ പോലും ലഭിച്ചില്ല, ക്ഷണിച്ചിരുന്നെങ്കിൽ പോകുമായിരുന്നുവെന്നും ശശി തരൂർ പറഞ്ഞു. ഷൗക്കത്ത് നല്ല സ്ഥാനാർത്ഥിയാണ്, അദ്ദേഹം ജയിക്കണം, നിലമ്പൂരിൽ എന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് കരുതുന്നത്, അല്ലാതെ തന്നെ അദ്ദേഹം വിജയിക്കും. ചില കോൺഗ്രസ് നേതൃത്വത്തോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, എല്ലാം നിങ്ങൾക്കറിയാം, ഒളിക്കാനൊന്നുമില്ല എന്നും ശശി തരൂർ വ്യക്തമാക്കി. അതേസമയം താൻ പ്രധാനമന്ത്രിയെ കണ്ടത് ഡെലിഗേഷനെ കുറിച്ച് സംസാരിക്കാനാണെന്നും മറ്റൊന്നുമില്ല എന്നും ബിജെപിയിലേക്ക് പോകാൻ ഉദ്ദേശമില്ലെന്നും തരൂർ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമാണ്, പാർട്ടി എന്നെ കുറിച്ച് എന്താണ് കരുതുന്നതെന്ന് അറിയില്ല, ഞാൻ എവിടേക്കും പോകുന്നില്ല, കോൺഗ്രസിൽ അംഗമാണ്, തരൂർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ, രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം